നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് ഗുളിക മാറി നൽകി. അബോധാവസ്ഥയിലായ രോഗിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മുടവന്തേരി സ്വദേശി ചന്ദ്രനാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇപ്പോൾ അരുൺ PJ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അരുൺ, കോഴിക്കോട് നിന്ന് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ചികിത്സാ പിഴവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒന്നുകൂടി. അജിൻസാദ്, ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ പിഴവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് രോഗിക്ക് ഗുളിക മാറി നൽകിയെന്നുള്ള പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ ഗുളിക മാറി നൽകിയതോടെ അബോധാവസ്ഥയിലായ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മുടവന്തേരി സ്വദേശി ചന്ദ്രനാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തിങ്കളാഴ്ച രാത്രി ചന്ദ്രന് ഉറക്ക ഗുളിക മാറി നൽകിയെന്നും പിന്നീട് ബോധം നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി. ചന്ദ്രന്റെ സമീപത്തെ ബെഡിൽ തന്നെ ചികിത്സയിലുള്ള ചന്ദ്രൻ എന്നുള്ള മറ്റുള്ളൊരു പേരുള്ള ഒരു രോഗി ഉണ്ടായിരുന്നു. ആ രോഗിക്ക് നൽകേണ്ട ഗുളികയാണ് ചന്ദ്രന് മാറി നൽകിയിരിക്കുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പരാതിപ്പെട്ടപ്പോൾ ഡോക്ടർ ഈ ആശുപത്രി രേഖകൾ ബന്ധുക്കളുടെ പക്കൽ നിന്നും തിരികെ വാങ്ങി അതിനുശേഷം തിരുത്തി എന്നുള്ള ഗുരുതരമായ ഒരു പരാതി കൂടി ബന്ധുക്കൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ചന്ദ്രനെ, മുടവന്തേരി സ്വദേശി ചന്ദ്രനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഗുരുതരമായ ചികിത്സാ പിഴവ് തന്നെയാണ്. ഒരേ പേരുകൾ വ്യത്യസ്ത ആളുകൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അതിൽ കൃത്യമായ ഒരു മേൽനോട്ട ഒരു ഏകോപനം അതിൽ ഉണ്ടായില്ല. മരുന്ന് പോലും കൃത്യമായി ആ രോഗിക്ക് കൃത്യമായി നൽകിയില്ല. മരുന്ന് മാറി നൽകിയിരിക്കുന്നു. നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് രോഗി അബോധാവസ്ഥയിലായി. ഗുരുതരമായ ചികിത്സാ വീഴ്ച. വിവരങ്ങളാണ് അരുൺ PJ നൽകിയത്.